നമസ്കാരം. എൻ്റെ പേര് സിറാജ് റസാഖ്. ഈ കാണുന്ന സിനിമയുടെ ഡയറക്ടറാണ്. എൻ്റെ നാട് ആലുവയിലാണ്. നവാസ്കായും രഹനായും ഒരുമിച്ച് അഭിനയിച്ച സിനിമയുടെ സിനിമ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതുമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് നമ്മളുടെ ഒരു പ്രസ് മീറ്റ് വെച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ ഇരിക്കുന്നത് ഇത് ഇൻഷാദ് നാസർ, നമ്മുടെ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറും എഡിറ്ററുമാണ്. ഇത് സലീം ഉദ്യോഗങ്ങൾ, ഈ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടിയതിനൊരു മുഖ്യമായ കാരണം ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അത് ഏത് പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും എന്നുള്ള ഒരുപാട് ആളുകളുടെ ചോദ്യമുണ്ടായി. അതിനുള്ള കാരണം അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പ്രവാസികളുടെ യോഗം തന്നെയാണ്. യോഗത്തിന് ശേഷം ഒരുപാട് പേരുടെ ഫോൺ വിളികളും മെസ്സേജുകളും ഈ സിനിമ കാണാൻ സൗകര്യം ചെയ്തു തരണം എന്നുള്ള ആവശ്യം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആശയപ്പെട്ട് നേരത്ത് സലീഖായി ഞങ്ങളൊക്കെ ചർച്ച ചെയ്തു. സലീഖാക്കും ഇതുപോലെ തന്നെ സലീഖ പ്രവാസിയാണ്. അദ്ദേഹത്തിനും ഇതുപോലെ ഒരുപാട് സിനിമ കാണാനുള്ള ആഗ്രഹം. അതപ്പോൾ സലീഖ തന്നെ പറഞ്ഞു, ഇനി മറ്റുള്ള ബിസിനസ്സുകളൊന്നും നോക്കണ്ട, നമുക്ക് നവാസ് നമ്മളടുത്തില്ല. കാരണം നവാസ്കാർക്ക് കൊടുക്കുന്ന ഒരു നല്ലൊരു ഓർമ്മകളായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അവൻ്റെ ഒരു അഭിനയം എല്ലാവരും കാണട്ടെ, ആ സിനിമ എല്ലാവരും കാണട്ടെ എന്നുള്ള ഒരു വലിയ മനസ്സോടെ സലീഖയുടെ തീരുമാനം നമ്മൾ അറിയുകയും അങ്ങനെയാണ് യൂട്യൂബിലേക്ക് റിലീസ് ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. അതിൽ തന്നെ ഇവിടെ നമ്മൾ ഇരിക്കുന്നത് വളരെ സങ്കടവും അതേപോലെ തന്നെ സന്തോഷം തന്നെയാണ്. നമ്മളിലൊരാളാണ് ഇപ്പോൾ നമ്മളെ കുട്ടി പരിചരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചിത്രം നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പലരും വിമർശനങ്ങളൊക്കെ പലതും വരുന്നുണ്ട് പല ഭാഗത്തും. പക്ഷേ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മളിപ്പോൾ കാരണം പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഈ സിനിമ കാണണം, ഇതൊന്ന് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് ചെയ്യാനൊരു കാരണം. വിമർശിക്കുക എന്നുള്ളൊരു കാരണം സലീഖ എടുത്തു പറഞ്ഞത്, ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമയത്ത് റിലീസ് ചെയ്തൊരു മുതലെടുപ്പാണോ എന്നവരെ കമന്റുകളിലും നേരിട്ട് ചോദിച്ചു. ഒരിക്കലും അങ്ങനെയല്ല, ഇതൊരു മുതലെടുപ്പല്ല. കാരണം നമ്മളുമായിട്ട് എപ്പോഴും ഭയങ്കര ഇതിൻ്റെ കാര്യങ്ങളിലൂടെ ചർച്ചകളിലൂടെ തന്നെ പോയിരിക്കാം. കാരണം പല OTT പ്ലാറ്റ്ഫോമുകൾക്കും അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചതാണ്. ഒരു എന്താണ് ആർട്ടിസ്റ്റ് വരില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ആവാനായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നീണ്ടു പോയിട്ടുള്ളപ്പോൾ നവാസ്കർ തന്നെ നമ്മളോട് പറഞ്ഞു, സിറാജ്, കാരണം നവാസ്കർ എന്ന് വെച്ച ഒരു സിനിമ വനിത എന്ന് പറഞ്ഞ സിനിമ അതുപോലെ യൂട്യൂബിൽ റിലീസ് ചെയ്തായിരുന്നു ഒരു മാസം മുമ്പ്. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ട്രെൻഡിങ്ങിൽ കയറി ഒരുപാട് ആളുകൾ കാണുകയും ചെയ്തു. പുള്ളി പറഞ്ഞു, നമുക്ക് എങ്ങനെയാണെങ്കിൽ സിറാജ് നമ്മൾ വച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം ഡയറക്ടർ എന്നുള്ളത് സിറാജിനും നമുക്ക് എല്ലാവർക്കും അതൊന്ന് ആൾക്കാരെ കാണിക്കുന്ന സിനിമ ഇങ്ങനെ വച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. കാരണം 1-2 കാര്യം കൂടി ചിലപ്പോൾ നടന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് നടക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആ സിനിമ യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ ആ വിവാദം ഇപ്പൊ ചോദ്യങ്ങൾ നിങ്ങൾ മുതലെടുപ്പാണോ എന്ന് ചോദിക്കുകയല്ല. കാരണം നവാസ്കർ ഉൾപ്പെടെ ഞങ്ങൾ തീരുമാനത്തിലെത്തിയതാണ് ഇത് യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ. പിന്നെ ഇപ്പോൾ നമുക്ക് അതിന് പ്രഷർ കൂടിയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് യൂട്യൂബിലേക്ക് അത് റിലീസ് ചെയ്തത്. അപ്പോൾ റസ എൻ്റർടൈൻമെൻറ്റ്സ് യൂട്യൂബ് ചാനൽ നമ്മുടെ സിനിമ ഇപ്പോൾ എല്ലാവർക്കും കാണാം. കാരണം ലോകത്തുള്ള എല്ലാവർക്കും നമ്മൾ കാശ് കൊടുക്കാതെ ഇരുന്ന് നെറ്റുള്ള എല്ലാവർക്കും ഇരുന്ന് റിലീസ് ചെയ്ത് കാണാം. അപ്പോൾ എല്ലാവരും സിനിമ കാണണം. കാരണം നവാസ്കായും രഹനായും ഒരുമിച്ച് അഭിനയിച്ച് ഇത്ര നല്ലൊരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുമ്പ് അവർ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ക്യാരക്ടറിലേക്ക് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്തൊരു സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ആ സിനിമ നിങ്ങളാണ് അതിലൊരു
നാട് സംസാരിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ തന്നെയല്ലോ. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരു ആഴ്ചയിലായിട്ട് പിന്നെ നമ്മളത് പറഞ്ഞത് അവരെ കുടുംബമായിട്ട് കേട്ട് നമ്മൾ സംസാരിച്ചത് അവരോടൊക്കെ പറഞ്ഞിട്ട് നിയാസ്ക ചേട്ടൻ അനിയൻ അവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് തീരുമാനിച്ചത്. സാഹചര്യത്തിൽ ഇതൊരു OTT ഡീലിലേക്ക് കൊണ്ടുപോകാൻ മുതലെടുക്കുകയാണ് സാധാരണ ഒരു പ്രൊഡ്യൂസർ ചെയ്യാറ്. എന്തുകൊണ്ടാണ് അത് യൂട്യൂബില് ചെയ്യാവുന്നത് പ്രൊഡ്യൂസർ? അതിലിപ്പോ നമ്മള് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു സാമ്പത്തികം എന്നുള്ള നിലയ്ക്കല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തത്. കാരണം കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ജനങ്ങളിലേക്ക് എത്തിപ്പെടേണ്ട ഒരു സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നത് പ്രതീക്ഷിച്ചിട്ടല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ OTTക്ക് അതുപോലെ മറ്റുള്ള ചാനലിലേക്ക് പോകാണ്ടിരുന്നതിന്റെ കാര്യം തന്നെയാണ്. കാശ് കിട്ടുമ്പോൾ വേണ്ടെന്നുള്ള എന്നെ പറയണത് അങ്ങനെ ഒരു ഉദ്ദേശമല്ലായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ ഒരു ബാക്കി പറയട്ടെ. ഈ സിലിക്കാനിലേക്ക് എത്തിച്ചത് നവാസ്കാരാണ്. കാരണം എനിക്ക് സിലിക്കാനായിട്ട് അത്ര പരിചയമുണ്ടാവില്ല. അപ്പൊ ഈ ഒരു കഥ രൂപാന്തരപ്പെടുകയും ഇതിനകത്ത് നവാസ്കാരും രഹനായും ഇന്നാവുകയും അവര് മുഖേനയാണ് ഞങ്ങൾ സിലിക്കയിലേക്ക് എത്തുന്നത്. അപ്പോൾ സിലിക്കക്ക് അതായത് ത്രെഡ് ഇഷ്ടമായി. അപ്പൊ ഈ സിനിമ അന്നും ഇന്നും സിലിക്ക പറഞ്ഞ ഒരു സത്യസന്ധമായ കാര്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ്. കാരണം സിനിമകൾ പല രീതിയിൽ കൊമേഴ്സ്യലൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും ഇതൊന്നും ജനങ്ങൾ കാണേണ്ട ഒരു സിനിമയാണെങ്കിൽ വിഷയം എല്ലാവരും അറിയേണ്ട. കാരണം ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഈ 21ാം നൂറ്റാണ്ടിൽ അനാചാരങ്ങളുടെ പുറകെ പോകുന്നതിനെതിരെയാണ് സിനിമ. യഥാർത്ഥ ഒരു വിശ്വാസം എന്താണോ, യഥാർത്ഥ ജീവിതം എന്താണോ, അതാണ് നമ്മൾ ഇതിനകത്ത് വരച്ചു കാണിക്കാൻ ശ്രമിച്ചത്. പറഞ്ഞത് സെലീക്ക എന്ന ഇങ്ങനെ ഒരു പ്രൊഡ്യൂസറെ കിട്ടിയതാണ് സത്യത്തിൽ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. കാരണം അത് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ തയ്യാറാവാതിരുന്നാൽ ഇങ്ങനെ സിനിമ ഉണ്ടാവില്ല. അപ്പോൾ സെലീക്കക്ക് ഇതിൽ നിന്നും ഒരു സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ദിവസം റിലീസ് അടക്കം ഒരു മനസ്സിലാവോളം ഈ സിനിമക്ക് നമുക്ക് ഉറപ്പ് നേരിടണം. ഇനിയിപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്ര വലിയ എമൗണ്ട് തിരിച്ച് യൂട്യൂബിൽ കൂടെ നിങ്ങൾക്കറിയാം എന്തോരം കിട്ടിയാലും എത്തില്ല എന്നറിയാം. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, എല്ലാവരും ഈ സിനിമ യൂട്യൂബിൽ മാക്സിമം നിങ്ങൾ അത് കണ്ട് വിജയിപ്പിച്ച് ഒരു ചെറിയൊരു റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് പല നല്ല ഉദ്ദേശങ്ങൾക്കും ഞങ്ങൾ വച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ കിട്ടിയ വലിയ ആഗ്രഹം ഒക്കെ ഞങ്ങൾ പറയാം. അപ്പോൾ നിങ്ങളാണ് ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഒരു സിനിമ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു കൊച്ചു ചിത്രമാണ്, ഒരുപാട് പ്രൈവറ്റുകളും ചെയ്ത ചിത്രമാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. OTT പ്ലാറ്റ്ഫോം പറ്റി ചർച്ചകളോ ഡിസ്കഷൻ ഒന്നും നടന്നിട്ടില്ല, നേരെ ഇതിലേക്ക് തന്നെയാണോ? അല്ലല്ല, ഒരിക്കലും അങ്ങനെയില്ല. ഓൾറെഡി നമ്മളിതില് ഇപ്പൊ സിനിമ റിലീസാവുന്ന ഫെബ്രുവരി ടൈമിലാണ് സിനിമ റിലീസായത്. സിനിമ ഏകദേശം നല്ല അഭിപ്രായങ്ങൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയിരുന്നു. ദെൻ നമ്മുടെ അടുത്തുള്ള തിയേറ്ററിലൊക്കെ സിനിമ 2 ആഴ്ചത്തോളം ഓടിയ ചിത്രം കൂടിയാണത്. പല ആളുകൾക്ക് അറിയില്ല ഈ കാര്യം. നോർമലി സിനിമകൾ വരുമ്പോൾ ജസ്റ്റ് ഈ പറയുന്ന പോലത്തെ കാറ്റഗറിയിലുള്ള പടങ്ങൾക്ക് അധികം കാലാവധി ഉണ്ടാവാറില്ല തിയേറ്ററിൽ. പക്ഷേ സിനിമ 2 ആഴ്ച കുറച്ച് തിയേറ്ററിൽ ഓടി സിനിമ. അപ്പോൾ എന്തായാലും വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള അഭിപ്രായം എല്ലാവരും പറയുന്നത് ഭയങ്കര ഫീൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാരണം ഇങ്ങനത്തെ പടം കണ്ട് കുറെ നാളായി. പോരാതെ ഈ നവാസ്കാർ രഹനും കൂടി അഭിനയിക്കുമ്പോൾ അവരുടേതായ ഒരു നോക്കുമ്പോൾ എന്താ പറയാ, ഭയങ്കരമായിട്ടൊരു എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ് സിനിമക്ക്. പിന്നെ ഈ വിഷയം എപ്പോഴും പറയേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു. കാരണം നമ്മള് നവാസ്ക സിനിമയിലേക്ക് കമ്മിറ്റ് ആവുന്ന ശരിക്കും നമ്മളൊരു കഥ കൊണ്ടേ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നവാസ്ക കേട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് നോക്കട്ടെ, ഞാനിപ്പോ അങ്ങനെ നായകനായിട്ടൊന്നും പടം ചെയ്യുന്നില്ല, അങ്ങനെ പ്ലാൻ ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പുള്ളി ജസ്റ്റ് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിന്റെ സ്ക്രിപ്റ്റ് വായിക്കുകയും പിന്നീട് നമ്മൾ ഇങ്ങനെ രഹന ഒരു ഓപ്ഷൻ പറയുകയും പുള്ളി ആ സ്ക്രിപ്റ്റിന്റെ കണ്ടന്റിലാണ് പുള്ളി അത് ഓക്കെ പറയുന്നത്. ദെൻ സെലീം കാലം കണക്ട് ചെയ്ത് സിനിമ നടക്കുന്നു, നല്ല രീതിയിൽ വരുന്നു. നമ്മൾ ഉദ്ദേശിക്കാത്ത പോലെ ഈ പറഞ്ഞ പോലെ 2 ആഴ്ച തിയേറ്ററിൽ സിനിമ നല്ല അഭിപ്രായത്തോടെ പോകുന്നു. പിന്നീട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കുറെ ആളുകൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നീട് നമ്മള് OTT എന്തെങ്കിലും പരിപാടി നടക്കുമെന്ന് അറിയാൻ വേണ്ടി ഇതിന്റെ അന്ന് തൊട്ടിട്ടുള്ള സത്യം പറഞ്ഞ റിലീസ് നടക്കുന്ന ടൈം തൊട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇതിന്റെ പുറകെയാണ്.
OTT ക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയായിരുന്നു. പക്ഷെ അത് ഈ സമയം വരെ അത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു സമയം വേണ്ടി ശരിക്കും പറഞ്ഞതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രമിച്ചിട്ടില്ല. കാരണം നമുക്കിപ്പോ നവാസ് നമ്മൾ വിട്ട് പിന്നിട്ട് നമ്മൾ ആരും ഒട്ടും ഓക്കെ അല്ല. ജസ്റ്റ് ഇങ്ങനെ വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ആരും ഒട്ടും ഓക്കെ അല്ല. സത്യം പറഞ്ഞാൽ ഞാനാണ് പടത്തിന്റെ എഡിറ്ററും അതിന്റെ പ്രൊജക്ട് ചെയ്യുന്നതാണ്. ഞാൻ ഈ പടം യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് അതിന്റെ തലേദിവസം ഔട്ട് എടുക്കുന്ന സമയത്ത് വല്ലാത്തൊരു അവസ്ഥയെ കൂടെ പോയി. ഫുൾ ഓൺ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ടപ്പോൾ എനിക്ക് പല സിറ്റുവേഷൻസ് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ സ്റ്റുഡിയോ റൂമിന്റെ അകത്ത് ഒറ്റക്കാണ്. നവാസ്ക എന്ന് പറഞ്ഞത് ഞങ്ങള് സംബന്ധിച്ച ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല, ഞങ്ങളൊരു ഫാമിലി മെമ്പറെ പോലെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ രഹനായാണെങ്കിലും ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി, അവർ നമ്മുടെ വീട്ടിൽ വരെ, അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച് ആണ്. അപ്പോൾ ഡയറക്ടറുടെ വീട്ടിലാണെങ്കിൽ സെലീംഖാൻ അത്ര ക്ലോസ് ആയിട്ടുള്ളൊരു ആളുകളാണ്. അല്ലാതെ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റ് ഉള്ള രീതിയിൽ നമ്മൾ അവരെ കണ്ടിട്ടില്ല, നമ്മളും അവരെ അങ്ങനെ കണ്ടിട്ടില്ല. എന്നെയൊക്കെ ശരിക്കും പറഞ്ഞ ബ്രദറിനെ പോലെയാണ് നവാസ്ക മിക്കപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോ എനിക്കത് പടം ഔട്ട് എടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാനൊരു മരവിച്ച ഒരു അവസ്ഥയാണ്. എനിക്കത് ഈ ന്യൂസ് അറിഞ്ഞിട്ട് ടോട്ടലി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എന്താ ചെയ്യേണ്ടത്, എന്താ നമുക്ക് ഒന്നും ഇരുന്നോടൊന്നും എഴുന്നേക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എപ്പോഴും. അങ്ങനെ തന്നെയാണ്. അപ്പോ ഈ OTT ക്ക് വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിരുന്നു. ഈ നിമിഷം വരെ നമ്മളത് നോക്കി, ഈ മൊമെന്റിൽ നോക്കിയിട്ടില്ല. നവാസ്ക പറഞ്ഞ നമുക്കത് യൂട്യൂബിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്തിരുന്നു. കുറെ യൂട്യൂബ് നോക്കട്ടെ നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഒന്നും നടന്നില്ല. പിന്നെ കുറെ ആളുകൾ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് ഈ പടം കാണാനായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഇല്ല. നിലവിൽ ഇപ്പൊ യൂട്യൂബിൽ ഇട്ടതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ തന്നെ 1,00,000 മുകളിൽ വ്യൂവേഴ്സ് കയറുന്നതാണ്. ഇപ്പൊ സ്റ്റിൽ ഏകദേശം ഒരു 3.5 ലക്ഷത്തോളം ആളുകൾ സിനിമ കണ്ടു കഴിഞ്ഞു. നോർമൽ സിനിമയെ സംബന്ധിച്ചൊരു നമ്മളത് പുൾ ചെയ്യാറുണ്ട്, പേയ്മെന്റ് കൊടുത്തിട്ട് പുഷ് ചെയ്യാറുണ്ട്. ഇതിന് അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ചെയ്തിട്ടില്ല. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന സിനിമ കാണാൻ വേണ്ടി എത്ര ആളുകൾ വെയിറ്റ് ചെയ്ത് എന്നുള്ള കമന്റ്സ് ഒക്കെ നോക്കി കാണാൻ പറ്റും. നമ്മൾ സത്യം പറഞ്ഞ് സഹിക്കാൻ പറ്റില്ല. പല ആളുകളും വിളിച്ചിട്ട് പറഞ്ഞു സിനിമ തുടക്കം കണ്ട സമയത്ത് പിന്നെ നിർത്തിയൊക്കെ കാണാൻ പറ്റിയിട്ടില്ല ബ്രോ, എന്തായാലും കണ്ടിട്ട് തീർച്ചയായിട്ടും വിളിക്കുന്നുണ്ടെന്നുള്ള ഒരുപാട് ആളുകളുടെ അഭിപ്രായം കണ്ടപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തുടക്കത്തിലെ അത് ഇൻകം റിട്ടേൺസ് ഒന്നും കിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണോ പ്ലാൻ ചെയ്തിട്ടാണ് അത് തുടങ്ങിയത്? ഈ കഥ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത്? അല്ല, അത് സിനിമ എന്ന് പറഞ്ഞൊരു വ്യവസായമാണ്, ബിസിനസ് തന്നെയാണ്. കാരണം സിനിമ ചെയ്യണം. പക്ഷെ എങ്കിലും കലാമൂല്യമുള്ള അല്ലെങ്കിൽ നമ്മൾ ചില വിഷയങ്ങൾ പറയേണ്ട തന്നെ എനിക്ക് തന്നെ പറയേണ്ട പല വിഷയങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ ഒന്ന് പ്രൊഡ്യൂസർ വന്ന് കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. കാരണം എല്ലാ പ്രൊഡ്യൂസറുകളും ആര് ബിസിനസ് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 10 ഇരട്ടി ലാഭം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് എല്ലാവരും ബിസിനസ്. ഇതില് അങ്ങനെ ലാഭം സെലീക്ക പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇല്ലാതെ തന്നെയാണ് സെലീക്ക അന്നും എന്നും പറഞ്ഞത്. പിന്നെ ലോട്ടറിയാണ്, കിട്ടിയാൽ അത് വലിയൊരു ഭാഗ്യമാണ്. കോടികൾ മുടക്കിയ സിനിമകൾക്കും കിട്ടാതെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതീക്ഷിക്കാത്ത സിനിമകളും നമ്മൾ ഹിറ്റാകുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കണക്കൂട്ടാം. നവാസ്കനെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് കോമഡി കാര്യങ്ങൾ ചെയ്തിട്ട് അത് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. പക്ഷെ ഇതിലേക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഭയങ്കര അഭിനയത്തിന് ഭയങ്കര പ്രാധാന്യമുള്ള ക്യാരക്ടർ. പക്ഷെ എന്നിട്ടും OTT ക്ക് സെയിൽ ആവുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായ കാര്യമില്ല. തീർച്ചയായിട്ടും. കാരണം അത്ര ഒരു നിലപാടുകളാണ് OTT പ്ലാറ്റ്ഫോമും സിനിമയുടെ ഒരു സ്റ്റൈൽ തന്നെ ഒരുപാട് മാറി. നമുക്കറിയാം, നമ്മൾ പണ്ട് കണ്ടുന്ന സിനിമകളുടെ സ്റ്റൈലൊന്നല്ല, അതിന്റെ റൂട്ടിലല്ലെന്ന് പോയിട്ടിരുന്നത്. കാരണം നല്ല സിനിമകളെ OTT-ക്കാര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഒരുപാട് നല്ല സിനിമകൾ തിയേറ്ററിൽ വിജയിക്കാതെ സിനിമകൾ OTT-ക്കാര്, കാരണം ഇതിനകത്ത് ആർട്ടിസ്റ്റ് വാല്യൂ എന്നാണ്. കാരണം ആർട്ടിസ്റ്റ് വാല്യൂ എന്നുള്ള സാധനം ഇല്ല ഇപ്പോൾ. കാരണം നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ആർക്കും സിനിമ വിജയിപ്പിക്കാം. പക്ഷെ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നത് ഇപ്പോൾ ആർട്ടിസ്റ്റ് വാല്യൂന്റെ അല്ലെങ്കിൽ ഒരു പരിചയം വെച്ചിട്ടാണ് വന്നത്. അവിടെ കണ്ട് പലപ്പോഴും OTT വരുമ്പോഴൊക്കെയാണ് പല സിനിമകൾക്കും നല്ല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിസ്സഹായരാണ്. കാരണം സോഷ്യൽ മീഡിയ മറ്റുള്ള മീഡിയകളൊക്കെ എല്ലാവരും നമ്മളെ ദൈവമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കത് എത്രത്തോളം മറക്കാമെന്ന് എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞു തീർച്ചയായിട്ടും നമ്മള് ആമസോൺ, അവരുടെ നെറ്റ്ഫ്ലിക്സ്, ഇവിടുത്തെ നമ്മുടെ സോണില്, മലയാളം മാക്സ് എല്ലാവരുമായിട്ട് നമ്മൾ സമീപിച്ചിരുന്നു. അതൊക്കെ
പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ല, നിങ്ങൾ വെയിറ്റിംഗ് ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള സിനിമകൾ വെയിറ്റിംഗിലാണ്, ഞങ്ങൾ അതിൻ്റെയൊക്കെ ചർച്ചയിലാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എത്ര കാലം വെയിറ്റ് ചെയ്യും? ഇപ്പോൾ ഈ സിനിമ ശരിക്കും കാണാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇപ്പോൾ ഞാൻ സെലീക്കായിട്ട് സംസാരിച്ചു. അപ്പോൾ സെലീക്ക് പറഞ്ഞത് നോക്കണ്ട, മറ്റുള്ള അതിൻ്റെ ഇതൊന്നും നോക്കണ്ട, അതെല്ലാവരും കാണട്ടെ, നമുക്ക് ഇപ്പോൾ അത് അവൻ നന്നായിട്ട് പെർഫോം ചെയ്ത സിനിമയാണ്, അത് അവർ കാണട്ടെ, എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. ഈ OTT എന്ന് പറയുമ്പോൾ താരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, കഥയിലല്ല എന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മള്, എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഈ പറയുന്ന ആമസോൺ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മളത് കറക്റ്റായിട്ട് പിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ സർക്കിളിൽ ഒരു പ്രശ്നമായിരിക്കും മേബി, എനിക്ക് തോന്നുന്നു. നമ്മളതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്, മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ടും അത് എത്തിപ്പെടുന്നില്ല. അതെന്താണെന്നുള്ളത് കറക്റ്റ് എപ്പോഴും ഒരു വ്യക്തതയില്ലാത്തൊരു കാര്യം തന്നെയാണ്. എന്താണ് OTT പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയില്ല. അവരെടുക്കില്ല, കാരണം നമ്മളൊരു കണ്ടന്റായിട്ട് നമ്മളത് സമീപിക്കുമ്പോൾ അവർക്ക് എടുക്കണ്ടേ. പിന്നെ പല ആളുകളും പറഞ്ഞ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും സംഘടനകളുടെ ഒരു സഹായം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ അല്ലെങ്കിൽ കിട്ടിയിരുന്നോ? അവർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? സിനിമാ സംഘടനകൾ അങ്ങനെ ഒന്നും ആരും ബന്ധപ്പെട്ടിട്ടില്ലല്ലോ. കാരണം അങ്ങനെപ്പോ സംഘടനകൾ ബേസിലൊന്നും ആരും അങ്ങനെ ഞങ്ങൾ സമീപിച്ചിട്ടില്ല. കാരണം ഓരോരുത്തരുടെയും പ്രൊഡക്റ്റാണല്ലോ, അപ്പോൾ നമ്മൾ നമ്മുടേതായ റൂട്ടിൽ കൂടെയാണ് പോയത്. പിന്നെ ആരും നമ്മളെ വെച്ചിട്ട് നമുക്ക് വേണ്ടി നോക്കാം എന്ന് പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഇട്ടതിന് ശേഷം ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, നീ എൻ്റെ അടുത്തൊരു വാക്ക് പറയാൻ പാടില്ലെന്നും ഞാനത് നല്ല പ്ലാറ്റ്ഫോമിൽ ചെയ്ത് തന്നേനോ എന്നൊക്കെ പറഞ്ഞു. അതിനെ അങ്ങനെയാണെന്നുള്ള അങ്ങനെയാണ് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതിനോ ഇങ്ങനെ ചെയ്തതെന്ന് പറയും. നമ്മൾ ഈ റിലീസായ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഇതിന്റെ പുറകെ തന്നെ. പക്ഷെ എല്ലാവർക്കും മാറ്റി നിർത്താറുണ്ട് സിനിമാ സംഘടനകൾക്ക് ഏത് രീതിയിലുള്ള സഹായം തരാൻ പറ്റുമായിരുന്നു? സിനിമ സംഘടനകൾക്ക് സാധിക്കുന്ന ഒരു കാര്യമാണോ എന്ന് എനിക്കറിയാൻ. കാരണം OTT എന്ന് പറയുമ്പോൾ ഒരു അവര് ബിസിനസ്സായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് സംഘടനകൾ പ്രഷർ കൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യാവസ്ഥയാണ്. ഇപ്പൊ ആർക്കും നമുക്കൊക്കെ ഞാനും കൂടിയിരിക്കുന്ന അടുത്ത നിമിഷം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോ അതൊന്നും നമുക്ക് ഇതിനകത്തായിട്ട് കൂട്ടി സംസാരിക്കുന്നതല്ല. ആചാരങ്ങളൊക്കെ ഫാമിലിക്ക് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും പ്രതികരണം സിനിമ റിലീസായിട്ടോ അല്ലെങ്കിൽ ഇപ്പോ ഒന്ന് തുടങ്ങിയിട്ടുണ്ടോ? കമന്റ്സിലും പിന്നെ സിനിമ കണ്ടുവന്ന ആളുകളൊക്കെ പറഞ്ഞു. പക്ഷെ തിയേറ്ററിലുള്ള സമയത്തും അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ്. പക്ഷെ ഇതിനെ ഒരു സിനിമയായിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം ഈ സിനിമയിൽ പല സീനുകളും ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ 6-ാം മിനിറ്റിൽ തന്നെ സീനുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് മതിയായിരിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നത്. കാരണം അവിടെ വെച്ചാൽ സിനിമ പലരും സ്റ്റോപ്പ് ചെയ്ത് കാണാതെ പോയിട്ടുണ്ട്. കാരണം ആൾക്കാരുടെ വിയോഗം ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാൻ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് കഥാപാത്രമായിട്ടാണ് ഞാൻ എൻ്റെ കഥ എഴുതുന്നത്. നമ്മളതിനകത്ത് കൃത്യമായിട്ട് എഡിറ്റിംഗ് ചെയ്യുന്നത്. പിന്നെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായിട്ടാണ് ഇവരായിട്ടൊന്നും ഒരു ബന്ധമില്ല. ശരിക്കും ഈ നവാസൊക്കെ ചെയ്ത ഷൗക്കത്ത് എന്ന് പറഞ്ഞ കഥാപാത്രം ഞാനാണ് ശരിക്കും. കാരണം ഞാനാണ് ഈ സിനിമയിൽ ശരിക്കും അഭിനയിക്കാം, ഞങ്ങൾക്ക് ശരിക്കും പഠിച്ചൊരു പുതുമുഖങ്ങളെ വെച്ചൊക്കെ ചെയ്യാം എന്ന് പറയുന്നൊരു സിനിമയാണ്. പിന്നെ ഞാൻ തന്നെ ഇവരോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും ചർച്ചകളൊക്കെ അപ്പോൾ പറഞ്ഞു നായകനായിട്ട് നമുക്ക് പുതുമുഖങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക്. കാരണം എൻ്റെ മനസ്സിൽ ഈ കഥ എഴുതുമ്പോൾ രചന എന്ന് പറയുന്ന ഒരു നടിയെ എൻ്റെ മനസ്സിൽ വന്നിരുന്നു. ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ അവർ അഭിനയ രംഗത്തില്ല. അങ്ങനെ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നവാസ്കാർ ഒരു ആൽബം ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് ക്യാരക്ടർ ഇങ്ങനെ ആലോചിച്ചു, നവാസ്കാർ ശരിക്കും ഒരു നല്ല ക്യാരക്ടറോട് ശരിക്കും ആരും യൂസ് ചെയ്യുന്നത് ഞാൻ സിനിമയിൽ കണ്ടിട്ടില്ല. കാരണം പുള്ളിക്ക് അത്യാവശ്യമല്ല നല്ല കാലിബറുള്ള ഒരു നടനായിരുന്നു. അദ്ദേഹത്തിന് ഒരു നല്ല കഥാപാത്രത്തിൽ കൂടെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇറ്റലിയിലാണ് ജനിച്ചത്. കാരണം നവാസ്ക എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിലാണ് താമസിക്കുന്നതെങ്കിലും ഞങ്ങൾ പേഴ്സണലി പരിചയമില്ല. ഈ സിനിമയിൽ കൂടെയാണ് ആത്മബന്ധം ഉണ്ടായത്. അങ്ങനെ അവൻ്റെ നമ്പർ മേടിച്ച് നവാസ്കാരനെ വിളിച്ചു, അങ്ങനെ കഥ പറഞ്ഞു. അങ്ങനെ അവർ ഈ സിനിമയിലേക്ക് ഇന്നായിരുന്നു. കഥയും കൂടെ തന്നെയാണ്, കാരണം ഒരിക്കലും വ്യക്തികളും, കാരണം ഞാൻ സിനിമ മുമ്പ് ചെയ്യുന്ന ആളല്ല. അതിനോട് നവാസ്ക ചോദിച്ചതും നീ മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞ സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എനിക്ക് സിനിമ ചെയ്യാൻ എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ള ഞാൻ ചെയ്ത ദൂരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തത് അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കത് ചെയ്യാം. അങ്ങനെയാണ് ഇതിനകത്ത് നവാസ്ക കമ്മിറ്റ് ആയത്. കുറച്ച് സമയത്തിലെങ്കിലും സ്പെൻഡ് ചെയ്യാൻ ഒരു അവസരം ലഭിച്ചിരുന്നു. ചിലപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് മുതൽ എല്ലാവരും തയ്ക്കാനിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അദ്ദേഹം മരിച്ചതിന് ശേഷമല്ല, മരിക്കുന്നതിന് 3 ദിവസം മുമ്പുള്ള സംഭവമാണ്. നവാസിക്കയെ കുറിച്ചാണ് അവിടെ. അപ്പം നമ്മൾ തന്നെ അവിടെ 3 പേരുള്ള ഒരു ഷൂട്ടായിരുന്നു. അതായത് അഭിനയിക്കാൻ വേണ്ടി 3 പേരേ ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ബോറടിച്ചത് ഈ തയ്ക്കാനിരിക്കുന്ന ആളുകൾക്ക് ബോർ സെറ്റ് ആണോ എന്ന് ചോദിക്കുന്നത് നവാസിക്ക 2 ദിവസം മുമ്പുണ്ടായിരുന്നു. ആ സെറ്റിൽ വരണമെന്നുള്ള രീതിയിൽ അത് ഭയങ്കര അത്രയും ബിസി ചെയ്യുന്നുള്ള രീതിയിൽ. നവാസിക്ക മരിച്ചതിന് ശേഷമല്ല, 3 ദിവസം മുമ്പത്തെ കേസാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ചോറ്റാനിക്കര പ്രകമ്പനത്തിന്റെ ലൊക്കേഷനിൽ പോകുന്ന സമയത്തും എല്ലാവരോടും, അപ്പം ഞാനടക്കമുള്ള അവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും പുള്ളി സംസാരിച്ച രീതിയൊക്കെ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് ഫോണിൽ നോക്കിയത് കണ്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞാണ് വിളിച്ചത്. നമ്മൾ ഫസ്റ്റ് വിളിക്കുന്നത് തെറിയാണ് വിളിക്കുന്നത്. ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന ഒരാളൊന്നും. അപ്പൊ എന്തായാലും നവാസിക്കയോടുള്ള ഒരു ട്രിബ്യൂട്ട് പോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾ ഒരു OTT-യിലേക്ക് ആ ഒരു പണത്തിന് വേണ്ടി ശ്രമിക്കാതെ യൂട്യൂബിലിട്ട ആ ഒരു ശ്രമത്തിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടും എന്തായാലും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ സപ്പോർട്ടും തീർച്ചയായിട്ടും. ഈ സിനിമ റിലീസിന് മുമ്പുണ്ടായിരുന്ന പ്രസ് മീറ്റിലും വന്നവരൊക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഉറപ്പ്. ചോദ്യം എനിക്കൊന്നും ഇപ്പൊ മനസ്സിൽ വരുന്നില്ല. അല്ല, ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞു വന്നപ്പോ ഇപ്പൊ ഞങ്ങളുടെ സെറ്റില് ഈ കാരണം ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള ആള് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ സിനിമ കംപ്ലീറ്റ് പുതുമുഖങ്ങളായ സിനിമ കാണുന്നത് നിങ്ങൾക്കറിയാം. 4 ആള്, അജീഷ് ജോണും നവാസ്കായും രഹനായും സിനോജ് വർഗീസും മാത്രം അങ്ങനത്തെ ആർട്ടിസ്റ്റുകളുടെ സിനിമയിൽ മുൻപ് അഭിനയിച്ച ആൾക്കാരുള്ളൂ. ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് പുതുമുഖങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രചോദനം നടനാണെന്നുള്ള രീതിയിലൊന്നും പുള്ളി നമ്മളോട് പെരുമാറുന്നത് എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഓരോരുത്തർക്കും ഒരു സങ്കടമാണ്. ഇപ്പോൾ നവാസ്കാരെ കാണാത്ത ആളുകൾ, അതായത് കാണാത്ത ആളുകൾക്ക് പോലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളായാലും നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ അത്രയും ഇങ്ങോട്ട് ഞങ്ങൾക്ക് പേഴ്സണലി അത്രയും പുള്ളിയായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു. കാരണം ഫാമിലി ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അങ്ങോട്ട് വരെ എൻ്റെ മകളുടെ 1 മാസമെങ്കിലും അതിനൊക്കെ വന്ന് ലാസ്റ്റ് ഞങ്ങൾ ഹാക്ക് ചെയ്ത് പിരിഞ്ഞ അവിടെയാണ്. പിന്നെ അതിൻ്റെ 2 ദിവസം മുമ്പ് ഞങ്ങൾ വോയിസിലെ ഈ സിനിമയുടെ റിലീസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ തിരക്കിലാണ്. പ്രകമ്പനത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ് ലാസ്റ്റ് എന്നെ തലേന്ന് വിളിക്കുമ്പോൾ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എല്ലാവരുടെ വലിയൊരു മിസ്സിംഗ് ആണ്. പിന്നെ അതിനകത്ത് കാര്യം പറയുന്നത് നവാസ്കർക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു സിനിമ തന്നെ പറഞ്ഞാണ്. കാരണം ആ സിനിമ കഴിഞ്ഞതിന് ശേഷം നല്ല ക്യാരക്ടർ റോളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം പ്രകമ്പനത്തിൽ നല്ല വേഷം, ഭയങ്കര വാചാലമാണ്, നല്ല വേഷമാണ്. അതുപോലെ ടിക്കിറ്റാക്കിയാലും ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള വേഷമാണ്. ഭയങ്കര പ്രതീക്ഷയോടെയൊക്കെ ആള് വന്നാണ്. എന്തോ ദൈവം ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. ടിക്കിറ്റാക്കിയതായാലും പ്രകമ്പനത്തിലായാലും നമ്മൾ കണ്ട് കുറച്ച് സീനെ കണ്ടോളെങ്കിൽ പോലും റീപ്ലേസ് ചെയ്യാൻ അവർ നന്നായി ബുദ്ധിമുട്ട് വരുന്നതന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ടിക്കിറ്റാക്കിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പരിപാടികളാണ് ടിക്കിറ്റാക്കിയുടെ മൊത്തം പടം പോകുന്നത്. അതുപോലെ തന്നെ പ്രകമ്പനത്തിലും ആ ഒരു പെർഫോമൻസ് എങ്ങനെ ഇവരിത് റീപ്ലേസ് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2 സിനിമയും അതാണ് എനിക്ക് ഭയങ്കര, കാരണം പേഴ്സണലി എനിക്ക് അവരൊന്നും അറിയില്ല. അത് അതിനുള്ള സീൻ അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ സാഹചര്യവും പ്രവർത്തിക്കുന്നത് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. മലയാള സിനിമ വേണ്ട വിധം ഉപയോഗിക്കാത്ത ഒരു നടനാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം കൂടുതലായിട്ട് കണ്ടില്ല. അഭിനയം പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ വീണ്ടും ചർച്ചകൾ കാണാം, അല്ലെങ്കിൽ മീമായിട്ട് അദ്ദേഹത്തിന്റെ കോമഡികൾ വീണ്ടും കാണാം. അതാണ് ഉപയോഗിക്കാത്ത രീതിയിൽ തോന്നിയിട്ടുണ്ടോ?
എന്താണെന്ന് വെച്ചാല് ഓരോരുത്തരുടെ വ്യക്തിത്വമാണ്. കാരണം നവാസ്കാരെ ഞാൻ മനസ്സിലാക്കി കുറച്ച് നാളുകൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം, നവാസ്ക ഒരാളോട് പോയി ഒരു അവസരം ചോദിക്കുന്ന ആളല്ല, ഒരു അഭിമാനിയാണ്. കാരണം എനിക്കൊരു കാരണം ഒരു സഹപ്രവർത്തകർ പോലും സിനിമ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു വേഷമൊക്കെ നാട്ടിരുന്നോ അങ്ങനെ ചോദിക്കുന്ന ആളല്ല. പിന്നെ കണ്ടതിന് ആരും ചെയ്തിട്ടില്ല, കാരണം ചെയ്തിരുന്നെങ്കിൽ അമ്മതോളം സിനിമകളാണ് അവർക്ക് ചെയ്തിട്ടുള്ളത്. ഇതൊരു ശക്തമായ ഒരു ക്യാരക്ടറോളം നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. കാരണം ഒന്ന് തുടങ്ങാൻ ഈ സിനിമയിലാണ് ശരിക്കും അങ്ങനെ ഒരു ക്യാരക്ടറുകളിലേക്ക് നവാസ്ക വന്നത്. ഇനി ചിലപ്പോൾ ഒരുപാട് സിനിമകൾ നമുക്ക് കാണാനിരിക്കുകയായിരുന്നു, പക്ഷെ അതിനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല. ഈ പുള്ളി കാരണം ലൊക്കേഷൻ ഷൂട്ട് മുടങ്ങരുത്, 1 മിനിറ്റ് പോലും മുടങ്ങരുത് എന്നുള്ള ഒരു നിർബന്ധം കൂടി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ പോലും അത് കാരണം ഷൂട്ടിങ് മുടങ്ങരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അത് ഉണ്ടായി കാണണം, ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അർപ്പണബോധമാണ്. നവാസ്ക എന്നുള്ളത് കേവലം എന്നതിനേക്കാൾ ഭയങ്കര ഒരു മാനുഷിക അല്ലെങ്കിൽ ഒരുപാട് തലങ്ങളിലേക്കൂടെ പുള്ളി ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതാണ്. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു ലൊക്കേഷൻ ഇടുന്ന ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് സെറ്റ് ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല, പറയുന്നത് കേട്ടല്ലാണ്ട് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുള്ളി ചിലപ്പോൾ പക്ഷെ അത് പറയാതിരുന്നത് അതൊക്കെ കാരണം ഒരാൾ കാരണം അതൊക്കെ നിർത്തി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇതിനെല്ലാം നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എനിക്കായാലും നമുക്ക് ആർക്കായാലും ദൈവം ഒരു വര വെച്ചതാണ്, അവർക്ക് അപ്പുറത്ത് പോകാൻ ആർക്കും കഴിയില്ല. കാരണം ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒറ്റ പ്രശ്നം മരണം മാത്രമാണ്, ബാക്കിയെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ റിലീസിന് ശേഷം വീട്ടുകാരെന്തെങ്കിലും പണം കണ്ടിട്ടില്ല, യൂട്യൂബിൽ വന്നിട്ട് അതിന്റെ കമന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടതിന് ശേഷം ഇല്ല, ഞങ്ങൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലല്ല. ഞാൻ അതിനുശേഷം 2 വട്ടം ഞാൻ കടകത്ത് അവിടെ പോയിരുന്നു. നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് അവരെ ഫേസ് ചെയ്യാൻ മക്കൾ കാണുമ്പോൾ നമുക്ക്, കാരണം എനിക്കുള്ള മക്കൾ നമ്മൾ എൻ്റെ കാരണം ആ മിസ്സിങ് നമുക്കത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. എന്താ പറയുക, ചെറിയ സിനിമകളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രൊമോഷൻസിനാണ്. അപ്പോൾ പ്രൊമോഷൻ ആകുമ്പോഴാണ് ജനങ്ങൾക്ക് കൂടുതൽ എത്തുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എത്തുന്നത് പ്രൊമോഷൻ വഴിയാണ്. അപ്പം ഈ സിനിമ റിലീസിന് മുമ്പ് ഒരു വിചാരിച്ച ഒരു പ്രൊമോഷൻസ് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടത്? ഇതൊരു കൊച്ചു സിനിമയാണ്. കാരണം പ്രൊമോഷൻ ചെയ്യാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, ഈ സിനിമക്ക് ടെക്നിക്കലി ഈ സിനിമ പൂർത്തിയാവാൻ വേണ്ടി സലീക വ്യാപാരിക ആശയത്തിന് വേണ്ടി ആ സിനിമക്ക് നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളത് ചെറിയ കാരണം. എന്നിട്ട് നമ്മുടെ സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രൊമോഷൻ തന്നെയാണ്. ഒരു 50 ലക്ഷം ആൾക്കാരിലേക്ക് മാറ്റി പറ്റും. കാരണം ഓൾമോസ്റ്റ് നമ്മളെല്ലാവർക്കും അറിയിക്കുന്നത്. കാരണം അത്ര ഒരു തുക ഇതിനകത്ത് മുടക്കി കഴിഞ്ഞാൽ ഇതൊന്നും റിട്ടേൺ കിട്ടുന്നില്ല. കാരണം അയക്കാൻ ചെയ്യാത്തതിന്റെ മാക്സിമം ഇതിനപ്പുറത്ത് നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം നിങ്ങളാണ് ഇനി ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, സിനിമ വന്നതായി നിങ്ങളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഇപ്പൊ നമുക്കുള്ള ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇപ്പോഴും ആളുകൾ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇതിനു വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ പല സ്ഥലത്തും അന്വേഷിച്ചു സിനിമ കാണാൻ വേണ്ടി, പല പ്ലാറ്റ്ഫോംസിൽ നോക്കിയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് കമന്റ്സ് ഒക്കെ വായിച്ചറിയാൻ പറ്റും. അപ്പോൾ അതിന് ഉത്തരം ആ സിനിമയുടെ കണ്ടന്റ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത്ര നല്ലൊരു വിഷയമാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ടോട്ടലി അതിൻ്റെ ഒരു പാക്കിങ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. തിയേറ്ററിലായ സമയത്തും നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞ അഭിപ്രായം തന്നെയാണ്, നല്ലൊരു മികച്ച ചിത്രം എന്നുള്ള ലെവലിൽ തന്നെയാണ്. അപ്പോൾ ആളുകളിനി നമ്മൾ പറയുന്ന മറുപടി ശരിക്കും ആളുകൾ കമന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. സിനിമ തന്നെയാണ് അതിൻ്റെ ഉത്തരം. അത് OTT പ്ലാറ്റ്ഫോമിൽ ബാധിച്ചെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രൊമോഷൻ്റെ കാര്യം OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതൊരു ബാധിച്ചതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, നിലവിൽ നമ്മൾ പിന്നെ അതിനൊരു ബിസിനസ് പരിപാടിയെ പറ്റിയിട്ട് പിന്നീട് അതിനെ പറ്റി ആലോചിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം സലീംഖാനെ സംബന്ധിച്ച് സലീംഖ നമ്മൾ പറഞ്ഞില്ലേ, ഓൾറെഡി എല്ലാവരും ടോട്ടലി ഡൗൺ ആയിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഇനി അതിനെ പറ്റിയിട്ട് നോക്കണ്ട, അത് എല്ലാവരും കാണട്ടെ. ഇപ്പോൾ അതൊരു നമ്മളൊരു OTT പ്ലേ ചെയ്തിട്ട് അത് പൈസ കൊടുത്ത് കാണാൻ അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് നോക്കേണ്ട സിറാജ് എന്നാണ് സലീംഖ പറഞ്ഞത്. പുള്ളിനെ സംബന്ധിച്ച് പുള്ളി ഇതിനു വേണ്ടി അത്രയേറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് സലീംഖ. കാരണം നോർമലി ഒരു പ്രൊഡ്യൂസറും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ
അങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാതെ ഒരു പ്രൊഡ്യൂസറും ഇന്നേ വരെ മലയാള സിനിമയിൽ, മലയാളത്തിലല്ല ഒരു സിനിമയിലും അവരെ കൈവയ്ക്കാൻ സാധ്യതയില്ല. സലീഖാനോട് ഇതിനോട് നന്ദിയും കടപ്പാടൊക്കെ എങ്ങനെയാ വാക്കുകളിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇരുത്തിക്കൊണ്ട് പറയണല്ല, എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളത് മാക്സിമം ഈ സിനിമ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും അറിയാത്തവരിലേക്കും ഒന്ന് എത്തിക്കണം. കാരണം ഈ സിനിമ യൂട്യൂബിൽ കണ്ടെങ്കിൽ എന്തെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് സലീഖാനുള്ളതാണ്. കാരണം അതാണ് നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്ന ആപ്പാടുകൾ ബാക്കി കാര്യം. ഒരു കൊച്ചു സിനിമയാണ്, അതൊക്കെ ചെയ്തത് വലിയ മനസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അത് സലീഖാനല്ല, ഞങ്ങൾ അതുകൊണ്ട് പല നല്ല ഉദ്ദേശങ്ങളും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളത് സിനിമ മാക്സിമം എല്ലാവരും ഒന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അവിടെ ഒന്ന് രേഖപ്പെടുത്തുമ്പോഴൊക്കെയാണ് ആ സിനിമ വിജയിക്കുന്നത്. എങ്ങനെ ഇപ്പൊ യൂട്യൂബില് തന്നെ റെന്റ് കൊടുത്ത് നമ്മൾ സിനിമ കാണുന്ന രീതിയിലുള്ള സംവിധാനമൊക്കെ ഉണ്ട്. നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ സിനിമ കാണാം എന്നുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അമീർ ഖാൻ അടക്കം പറഞ്ഞിട്ടുണ്ട് കോടികൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പരിപാടി അങ്ങനെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി തുടക്കക്കാർക്ക് ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അതുപോലെ വലിയ താരങ്ങളൊന്നും അണിനിർത്താൻ കഴിയാത്ത പ്രൊഡ്യൂസർമാരോട് യൂട്യൂബിന്റെ സാധ്യത പറഞ്ഞു കൊടുക്കുക. അതിനെങ്ങനെയാണ് യൂട്യൂബ് സാധ്യത എങ്ങനെയാണ് നോക്കുന്നത്? യൂട്യൂബിന്റെ സാധ്യത എന്ന് പറയുമ്പോൾ നമ്മളൊരു ശ്രമം നടത്തിയിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് എന്തായാലും ഞങ്ങൾക്ക് ആരെയും കിട്ടണം. അത് സാമ്പത്തികമായിട്ടല്ല, പക്ഷെ ജനങ്ങൾ അത് കണ്ടിട്ട് അതിൽ നിന്നുള്ള ഒരു നമുക്ക് ഇതിലൊരു അഭിപ്രായം കണ്ടിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം മുതൽ ഇതൊരു വലിയൊരു ബിസിനസ് ആയിട്ട് കണ്ടിട്ടോ ഇതിൽ നിന്ന് കുറെ പണം സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോ അങ്ങനെ തന്നെ ആയിപ്പോയി നടത്തുന്നതായിരിക്കും ഇപ്പോ എത്തിപ്പെട്ടത്. അതൊരിക്കലും നമുക്ക് വിഷമല്ല, സന്തോഷമേ ഉള്ളൂ. നല്ലൊരു സിനിമ എല്ലാവരിലേക്കും എത്തട്ടെ, എല്ലാവരും കാണട്ടെ, എന്നിട്ട് കണ്ടവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. അതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സാധ്യത. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പം നവാസ് ഖാൻ ഇത്രയും വർഷം സിനിമകളിൽ നിന്നിട്ട് ആള് ചെയ്തിട്ടുള്ള വെറും 40 സിനിമകൾ മാത്രമാണ്. അത് മലയാളികൾക്ക് കേൾക്കുമ്പോൾ ഇപ്പോഴും അത്ര സിനിമകളെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു കണ്ടന്റാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പം ആള് മരിച്ച സമയത്താണെന്നുണ്ടെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സിനിമ നമ്മൾ ഈ യൂട്യൂബിൽ റിലീസ് ചെയ്ത സമയത്ത് ആരെങ്കിലും ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇത് എന്തെങ്കിലും ഷെയർ ചെയ്യണം അല്ലെങ്കിൽ മാക്സിമം ഒന്ന് എത്തിക്കണം എന്ന ലെവലിലേക്ക് ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ സിനിമയുടെ പ്രിവ്യൂവിന് നമ്മുടെ പത്തേമാരിക്ക് ഡയറക്ട് ചെയ്ത സലീം അഹമ്മദ് ഡയറക്ടർ, ഒരു സന്ദർശക യൂസാദ്, അങ്ങനെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ വിളിച്ച് നമ്മൾ ഈ സിനിമ പ്രിവ്യൂ കാണിക്കുകയും അവരെ കുറിച്ച് മികച്ച അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞേക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പല ആളുകളും അന്ന് പ്രിവ്യൂ ഷോക്ക് നിങ്ങൾക്ക് ഉണ്ടായതുള്ളൂ, പല ആൾക്കാർക്ക് അന്ന് എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷെ എല്ലാവരും ഓൾമോസ്റ്റ് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ഈ സിനിമ അറിയാം. ഇനി അവർ സ്വമനസ്സാല് ആ സിനിമ എല്ലാവരും കാണട്ടെ എന്നുള്ള രീതിയിൽ അവരെ കൂടി അവർ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ പേഴ്സണലി ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ഈ ട്രെയിലറൊക്കെ ഇറങ്ങുന്ന സമയത്ത് താരങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് അറിയാം, നിങ്ങൾ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് അതിന്റെ താരങ്ങൾ അങ്ങനെ ചെയ്യിപ്പിച്ചത് എല്ലാവരും ചെയ്യണമെന്നില്ല. നമ്മുടെ സിനിമ ട്രെയിലർ അതുപോലെ ഫസ്റ്റ് ലുക്ക് ആസിഫ് അലി, അതുപോലെ ഉണ്ണിമൂന്തൻ, സംയുക്ത വർമ്മ, അവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം അതൊക്കെ നവാസ്കായും തന്നെയാണ് അവരൊക്കെ നമ്മൾ. കാരണം എനിക്കിവിടെ അങ്ങനെ പേഴ്സണലി ഞങ്ങൾ ബന്ധമില്ല. കാരണം ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഒരു ബന്ധമുള്ള ആളല്ല. സിനിമ എന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം സിനിമയുടെ സർക്കിളിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വലിയ ഒരു കടമ്പയാണ്. കാരണം അത് എത്തിപ്പെട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇലക്ട്രിക്കായിട്ട് പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇനി വഴി എല്ലാവരിലേക്ക് എത്താൻ പറ്റിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പം ഇനിയിപ്പോൾ ഫൈനലായിട്ട് ഇപ്പോൾ ഇത് യൂട്യൂബിൽ റിലീസായിരിക്കുകയാണ്. 3 ലക്ഷത്തോളം പേര് കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇനി പ്രേക്ഷകരെ എത്തിക്കാൻ ലാസ്റ്റ് കാണാനുള്ള പ്രേക്ഷകരോടായിട്ട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഈ സിനിമ യൂട്യൂബിലാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമുക്ക് ചെയ്യേണ്ട ഒരു ഹെൽപ്പ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും സിനിമ കൃത്യമായിട്ട് കാണുക.
കാരണം ഇത് കൊച്ചു ചിത്രങ്ങളോ പരിമിതികൾക്ക് ചെയ്ത ചിത്രങ്ങളാണ്. കാരണം ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമയിലേക്ക് പോകാണ്ട് പോയ ആർട്ടിസ്റ്റുകളോട് സിനിമ എന്നില്ല. നമ്മളിതിനകത്ത് പറയാൻ വെച്ചിരുന്ന ഒരു വിഷയമുണ്ട്. അപ്പോൾ ആ വിഷയത്തെ മാത്രം നിങ്ങൾ മുൻകൂട്ടി കണ്ട് ആ സിനിമ എത്രത്തോളം വർക്കായി എന്നുള്ളത് നിങ്ങളാണ് അത് എഴുതി നിങ്ങൾ യൂട്യൂബിലൊന്നും അറിയിക്കില്ല. ഞങ്ങൾക്ക് തരുന്നൊരു പ്രചോദനം അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് നവാസ്കായും രഹനായും ഒരുമിച്ച് അഭിനയിച്ച ഒരു നല്ല ചിത്രമാണ്. ഇനി പറഞ്ഞ സിനിമ എനിക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലാന്ന് നമുക്ക് പറയേണ്ടി വരും. അവരൊരുമിച്ച് ഇതിപ്പോൾ ഒരു നിമിത്തമാണ്. കാരണം അങ്ങനെ കഥ ഉണ്ടാവാനും ഞാൻ അവരെ അപ്രോച്ച് ചെയ്ത് അവരെ കമ്മിറ്റ് ആവാനൊക്കെ എന്തോ ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നതാണ്. കാരണം എനിക്കറിയില്ല, ഞാനത് ഒരു നിയോഗം പോലെ അവരുടെ എത്തി അവർ സിനിമ ചെയ്യും പൂർത്തിയാവും എന്നിട്ട് നിങ്ങളിൽ എത്തിക്കാൻ പറ്റിയതൊക്കെ നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ സിനിമ കാണുക. കാരണം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഒരു അംഗീകാരവും